നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത് ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പ്രപഞ്ചത്തിന്റെ 8ാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ നിയമം എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുത്താം എന്നാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ആൻഡ് ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ സെയിൽസ് ടീമിനെ നമ്മൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആക്കി മാറ്റുവാനായിട്ട് പരിശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ കമ്പനി അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ട് വന്ന സ്ഥാപനത്തിന് ഒരു ബ്രാൻഡ് ആകുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ്ങിലൂടെ മാത്രമേ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് ആകർഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ സെയിൽസ് പ്രൊഫഷണൽസ് ഇടപെടുന്ന മേഖലകളിൽ, അവർ ഇടപെടുന്ന അവസരങ്ങളിൽ അവർക്ക് കൂടുതലായിട്ടുള്ള പ്രതിഫലം ലഭിക്കുക അവരുടെ ബ്രാൻഡിങ്ങിലൂടെയാണ്. ആ പേഴ്സണൽ ബ്രാൻഡിങ് സാധ്യമാകുന്നിടത്താണ് കൂടുതലായിട്ടും നമ്മളുടെ കച്ചവട സ്ഥാപനത്തെ കൂടുതൽ നെക്സ്റ്റ് ലെവൽ ബ്രാൻഡിങ്ങിൽ എത്തിച്ചേരുവാനായിട്ടും അത് കൂടുതൽ പ്രശസ്തിയിലോട്ട് എത്തിച്ചേരുവാനായിട്ടും കഴിയുകയുള്ളൂ. അപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നതും ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അവരെ കൂടുതലായിട്ട് മികവുറ്റ രീതിയിൽ എത്തിക്കുന്നു എന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവുമ്പോഴാണ് തീർച്ചയായിട്ടും കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് ആകൃഷ്ടരാകുന്നത്. അപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ് കസ്റ്റമേഴ്സിനെ കൂടുതൽ ആകർഷിക്കുകയും അത് നമ്മുടെ കച്ചവട സ്ഥാപനത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം, അതായത് സെയിൽസ് ടീം, അവർ വർക്ക് ചെയ്യുന്ന അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ടീമിനെ അവർക്ക് കൂടുതൽ കാര്യക്ഷമത ഉണ്ടാകുവാനായിട്ടും അവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും അവർക്ക് ഗ്രോത്ത് ഉണ്ടാക്കുവാനായിട്ടും അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് അറിവുകൾ പകർന്നു കൊടുക്കണം. അതായത് പ്രാക്ടിക്കൽ സെൻസിലുള്ള സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യങ്ങൾ വളർത്തുന്നതിലും അവർക്ക് കൂടുതൽ അറിവ് നേടുന്നതിലും അവർക്ക് ലോകപരിചയം നേടുന്നതിലും ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ, അത് പുസ്തകത്തിലായിക്കോട്ടെ, കൂടുതൽ വീഡിയോസിൽ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് ആയിക്കോട്ടെ, സ്കിൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അപ്പൊ അവരുടെ പേഴ്സണൽ ഡെവലപ്മെന്റിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോഴും അവർക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും അവർക്ക് കൂടുതൽ അവരുടെ പ്രതിഫലങ്ങൾ, അതായത് അവരുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് അവർക്ക് പുറമെയുള്ള ആളുകളിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ടും അതിൽ കൂടെ അവർക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പൊ കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ പറയുന്ന സെയിൽസ് ടീമിന് വളരെയധികം ആവശ്യമുള്ള വസ്തുതയാണ്. അത് അറിവിലൂടായിക്കോട്ടെ, സ്കിൽ ഡെവലപ്മെന്റിലായിക്കോട്ടെ, അവർ നേടുന്ന അറിവുകളും അവർ നേടുന്ന സ്കില്ലുകളും അവർ ഉപഭോക്താക്കളുമായി കൂടുതലായിട്ട് ബന്ധിപ്പിക്കുവാനും അവരിൽ നിന്ന് കൂടുതൽ പർച്ചേസിലേക്കും എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. ലോ ഓഫ് കോമ്പൻസേഷൻ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സെയിൽസിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.